ഹലോ ട്രേഡേഴ്സ്. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് മാർച്ച് 2-ാം തീയതി മുതല് മാർച്ച് 6 വരെയുള്ള ദിവസങ്ങളായിരുന്നു. അതില് മാർച്ച് 3-ാം തീയതി ഹോളി പ്രമാണിച്ചുള്ള ലീവും. അങ്ങനെ 4 ദിവസമാണ് ഈ ആഴ്ച നമുക്ക് ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നമുക്ക് ഏകദേശം നിഫ്റ്റി 737 മുതൽ 750 പോയിന്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇടിഞ്ഞത്. അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായി. വീണ്ടും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോയിന്റ് ഇടിവുണ്ടായിട്ടും ഇതൊരു സെല്ലേഴ്സ് മാർക്കറ്റ് ആയിരുന്നു ഈ കാണുന്നത്. ഇവിടെ ഓപ്ഷൻ ബയേഴ്സിന് ഭൂരിപക്ഷത്തിനും ലോസ് ഉണ്ടായ ദിവസങ്ങളായിരുന്നു. ഇറാൻ, ഇസ്രായേൽ, US വാർ കാരണം ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 315 പോയിന്റ് മൈനസിലാണ്. അതിനുശേഷം വെള്ളിയാഴ്ച 3:30-ക്ക് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,300 റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ എസ്പെഷ്യലി നാളത്തെ ഓപ്പണിംഗ് ഒരു 150 പോയിന്റ് മൈനസിൽ അങ്ങനെയാണെങ്കിൽ 24,220 അല്ലെങ്കിൽ 24,200 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും, തുടർന്ന് താഴോട്ട് 24,100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാതെ കിടന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. 23,880 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരമുണ്ട്. അതിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യമല്ല.